ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുട്ബോൾ ക്വിസാണ്. ഫുട്ബോളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഫുട്ബോൾ കളിക്കാരിൽ നിങ്ങൾ ആരുടെ ഫാനാണ് എന്നതുകൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഇനി നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. ഉത്തരം വരുന്നത് കേരളമാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളം. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏത്? ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഉത്തരം സന്തോഷ് ട്രോഫി. ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? സന്തോഷ് ട്രോഫിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഉത്തരം ഡ്യൂറൻഡ് ട്രോഫി. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഡ്യൂറൻഡ് ട്രോഫി. അടുത്ത ചോദ്യം, ഒരു ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എത്രയാണ്? ഒരു ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം 90 മിനിറ്റ് ആണ്. ഒരു ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 90 മിനിറ്റ്. അടുത്ത ചോദ്യം ഇതാണ്. ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം ഏത്? ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം ഏത്? ഉത്തരം വരുന്നത് 1991. ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് ഏത് വർഷത്തിലാണ്? 1991. എവിടെ വെച്ചാണ് നടന്നത്? ചൈനയിൽ വെച്ചാണ് ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് 1991. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ആദ്യത്തെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യമേത്? ആദ്യത്തെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. 1991 ചൈനയിൽ വെച്ച് നടന്ന ആദ്യത്തെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം അമേരിക്കയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തത് ആര്? ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. സിൽവിയോ ഗസാനിങ്ക. സിൽവിയോ ഗസാനിങ്ക. ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് സിൽവിയോ ഗസാനിങ്ക. അടുത്ത ചോദ്യം, ഫിഫ നിലവിൽ വന്ന വർഷം ഏത്? ഫിഫ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1904. ഫിഫ നിലവിൽ വന്ന വർഷം 1904. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം സൂറിച്ച്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ഫിഫയുടെ ആസ്ഥാനം വരുന്നത്. അടുത്ത ചോദ്യം, ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആദ്യ പേര് എന്താണ്? ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആദ്യ പേര് എന്താണ്? ഉത്തരം നോക്കിക്കോളൂ. യൂൾറിമേ കപ്പ്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആദ്യത്തെ പേരാണ് യൂൾറിമേ കപ്പ്. അടുത്ത ചോദ്യം, എത്ര വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്? ഉത്തരം 4 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ 2026 നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ലാസ്റ്റ് നടന്നത് എപ്പോഴായിരുന്നു? 2022 അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഫിഫയുടെ ആപ്തവാക്യം. ഫിഫയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം ഫോർ ഗെയിം ഫോർ ദി വേൾഡ്. ഫിഫയുടെ ആപ്തവാക്യം ഇതാണ്, ഫോർ ഗെയിം ഫോർ ദി വേൾഡ്. അടുത്ത ചോദ്യം, ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യം. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം നോക്കാം. തെക്കേ അമേരിക്ക.
ഓർത്തു വെച്ചോളൂ, ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യമാണ് തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം നോക്കാം. എത്ര ടീമുകളാണ് 2022 വേൾഡ് കപ്പിൽ മത്സരിച്ചത്? എത്ര ടീമുകളാണ് 2022 വേൾഡ് കപ്പിൽ മത്സരിച്ചത്? ഉത്തരം 32 ടീമുകളാണ് 2022 വേൾഡ് കപ്പിൽ മത്സരിച്ചത്. അടുത്ത ചോദ്യം, 2022 22ാമത് വേൾഡ് കപ്പ് ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? 2022 22ാമത് വേൾഡ് കപ്പ് ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ഉത്തരം നോക്കാം, ഖത്തർ. 2022 22ാമത് വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ചാണ് നടന്നിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 21ാമത് ലോകകപ്പിന് വേദിയായ രാജ്യം. 21ാമത് ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് റഷ്യ. 21ാമത് ലോകകപ്പിന് വേദിയായ രാജ്യം റഷ്യയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2022 ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയോട് തോറ്റ ടീം ഏതാണ്? 2022 ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയോട് തോറ്റ ടീം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. ഫ്രാൻസ് ആണ് 2022 ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയോട് തോറ്റ ടീം. അടുത്ത ചോദ്യം, ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഗോൾഡൻ ബോൾ അവാർഡ് പുരസ്കാരം നേടിയ താരം. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഗോൾഡൻ ബോൾ അവാർഡ് പുരസ്കാരം നേടിയ താരം ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, ലയണൽ മെസ്സി. എല്ലാവരുടെയും ഇഷ്ടതാരമായ ലയണൽ മെസ്സിയാണ് ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി 2 തവണ ഗോൾഡൻ ബോൾ അവാർഡ് പുരസ്കാരം സ്വന്തമാക്കിയത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗോൾഡൻ ബൂട്ട് നേടിയ എംബാപ്പെ 2022 ലോകകപ്പിൽ ആകെ നേടിയ ഗോളുകളുടെ എണ്ണം. ഗോൾഡൻ ബൂട്ട് നേടിയ എംബാപ്പെ 2022 ലോകകപ്പിൽ ആകെ നേടിയ ഗോളുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം നോക്കാം, 8. 2022 ലോകകപ്പിൽ എംബാപ്പെ നേടിയത് 8 ഗോളുകളാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഫ്രാൻസ് എത്ര തവണ ലോക കിരീടം നേടിയിട്ടുണ്ട്? ഫ്രാൻസ് എത്ര തവണ ലോക കിരീടം നേടിയിട്ടുണ്ട്? ഉത്തരം 2. ഫ്രാൻസ് 2 തവണ ലോക കിരീടം നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഫുട്ബോൾ മെക്ക എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ മെക്ക എന്നറിയപ്പെടുന്നത്. ഉത്തരം കൊൽക്കത്ത. ഇന്ത്യൻ ഫുട്ബോൾ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഓർത്തു വെച്ചോളുക, ഇന്ത്യൻ ഫുട്ബോൾ മെക്ക കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഫിഫയുടെ ആദ്യ പ്രസിഡന്റ്. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം റോബർട്ട് ഗ്യൂരിയൻ. ഫിഫയുടെ ആദ്യ പ്രസിഡന്റാണ് റോബർട്ട് ഗ്യൂരിയൻ. അടുത്ത ചോദ്യം നോക്കാം. ഫിഫയുടെ അംഗരാജ്യങ്ങളുടെ എണ്ണം. ഫിഫയുടെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം നോക്കിക്കോളൂ, 211. ഫിഫയുടെ അംഗരാജ്യങ്ങളുടെ എണ്ണം വരുന്നത് 211. ഫിഫയുടെ അംഗരാജ്യങ്ങളുടെ എണ്ണം 211. അടുത്ത ചോദ്യം ഇതാണ്. ഫുട്ബോൾ ലോകകപ്പിൽ ഒരു ടീം എത്ര കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും? ഫുട്ബോൾ ലോകകപ്പിൽ ഒരു ടീമിന് എത്ര കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും? ഉത്തരം നോക്കൂ, 23. ഫുട്ബോൾ ലോകകപ്പിൽ ഒരു ടീം 23 കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അടുത്തത്, ലോകകപ്പിൽ കളിച്ച ആദ്യ ഏഷ്യൻ രാജ്യം. ലോകകപ്പിൽ കളിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യ. ലോകകപ്പിൽ കളിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരം. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ഇതാണ്, ഗോൾഡൻ ഗ്ലൗ അവാർഡ്. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ അവാർഡ്. അടുത്ത ചോദ്യം നോക്കാം.
ലോകകപ്പിൽ ആദ്യ പതിപ്പിൽ വിജയികളായ ഉറുഗ്വേ ഏതു രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്? ലോകകപ്പിൽ ആദ്യ പതിപ്പിൽ വിജയികളായ ഉറുഗ്വേ ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം അർജന്റീന. ലോകകപ്പ് ആദ്യ പതിപ്പിൽ വിജയികളായ ഉറുഗ്വേ അർജന്റീനയാണ് പരാജയപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ നേടിയത് ആരാണ്? ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ നേടിയത് ആരാണ്? ഉത്തരം ലൂസിയൻ ലോറന്റ്. ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ നേടിയത് ലൂസിയൻ ലോറന്റ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ചോദ്യമാണ്. അപ്പം നിങ്ങളൊരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ ഈ ചോദ്യത്തിന് എന്തായാലും ഉത്തരം നൽകുന്നതായിരിക്കും. ഉത്തരം കിട്ടുന്നവരെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കോളൂ. ചോദ്യം ഇതാണ്: 2022 22ാമത് വേൾഡ് കപ്പ് ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? 2022 22ാമത് വേൾഡ് കപ്പ് ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണം എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.